വയനാട്ടിലേക്കിടയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തി. ദേശീയപാതയോരത്തെ സ്വകാര്യ റിസോർട്ടിൽ ആയുധധാരികളായ മൂന്നംഗ സംഘമാണെത്തിയത്. പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട്. അർദ്ധരാത്രിയിലും വെടിയൊച്ച കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. സമീപകാലത്ത് തുടർച്ചയായി ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്നു. മാവോയിസ്റ്റുകളെ നിരീക്ഷിക്കാനായി അടുത്തിടെ സുഗന്ധഗിരിയിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചതിനുള്ള പ്രതികാരമാണ് മാവോയിസ്റ്റുകൾക്കെന്നാണ് പോലീസ് സംശയിക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ഈ പ്രോപ്പർട്ടി റിസോർട്ട്. അപ്പോൾ അവിടുന്ന് സ്റ്റാഫ് വിളിച്ചതാണ്, അവിടെ ഉണ്ട് ഇങ്ങനൊരു. അപ്പോൾ അത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നീടാണ് തണ്ടർ ബോൾട്ടും ഫയറിങ്ങും കാര്യങ്ങളൊക്കെ പറ്റാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 8 മണി 8:15 ഫയറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയി ഫയറിങ് ഉണ്ടായിരുന്നു. മുമ്പും ഈ കോളനി ഏരിയകളിൽ ഇവർ വന്നിട്ടുണ്ട്. ഈ സുഗന്ധഗിരി ഏരിയകളിൽ വന്നിട്ടുണ്ട്. പോലീസും തണ്ടർ ബോട്ടും ഒക്കെ ചെക്കിങ് നടക്കാറുണ്ട്, നിരീക്ഷിക്കാറുണ്ട്. പൊതുവെ വെടിവെച്ച കണ്ടിന്യൂസ് ആയി 1 2 അല്ല, കണ്ടിന്യൂസ് ആയി ഒരുപാട് നേരം നടന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുജീബ് റഹ്മാൻ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. മുജീബ്, ഈ പോലീസും മാവോയിസ്റ്റും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എപ്പോഴാണ് ആരംഭിച്ചത്? ഈ ഒരാൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ സ്ഥലത്ത്? ഇന്നലെ രാത്രി 7:30 മണിയോടുകൂടി തന്നെ വയനാട് ലക്കിടിയിലെ ഉപാവൻ റിസോർട്ടിൽ ഈ മാവോയിസ്റ്റുകൾ എത്തിയതായുള്ള വിവരം ലഭിക്കുകയായിരുന്നു. ഈ സമയം തന്നെ റിസോർട്ടിൽ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പോലീസും മാവോയിസ്റ്റുകളും നേർക്കുനേർ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. റിസോർട്ടിലെത്തിയ മാവോയിസ്റ്റുകൾ അവിടെ നിന്നും ഭക്ഷണം ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പം ഉള്ളതായാണ് ഇത് നൽകുന്ന സൂചന. ഭക്ഷണം ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ പണം ആവശ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസും മാവോയിസ്റ്റുകളും നേർക്കുനേർ കാണേണ്ടി വന്നു. ഈ ഒരു ഘട്ടത്തിൽ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ഇവരെ നേരിടുകയായിരുന്നു. തൊട്ടു പിന്നിലുള്ളത് കാടാണ്. ഈ വലിയ കാട്ടിലേക്ക് രാത്രിയിൽ തന്നെ ഇവർ ഓടി മറയുകയും ചെയ്തു. ഈ വെടിവെപ്പിനിടയിൽ പോലീസിന്റെ വെടിയേറ്റ് ഒരു മാവോയിസ്റ്റിന് ഗുരുതരമായി പരിക്കേറ്റതായ വിവരങ്ങളായിരുന്നു ആ സമയത്ത് നമുക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന്റെയും പിന്നീട് എത്തിയ തണ്ടർ ബോൾട്ടിന്റെയും കൺവെട്ടത്ത് തന്നെ ഒരാൾ മരിച്ചു കിടക്കുന്നതായി, അല്ലെങ്കിൽ വീണ് കമിഴ്ന്ന് കിടക്കുന്നതായി ഉള്ള സൂചനകൾ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിച്ചു. ഏതായിരുന്നാലും രാത്രി ഏറെ വൈകി, രാത്രി 12 മണിക്ക് ശേഷവും അവിടെ നിന്ന് നമുക്ക് വെടിവെച്ച കേൾക്കാമായിരുന്നു. തുടർച്ചയായി 2 തവണ വെടിവെച്ച് കേട്ടു. പിന്നീട് പലപ്പോഴായി ഇടവേളകളിൽ ഒറ്റപ്പെട്ട വെടിവെച്ചകൾ കേൾക്കാമായിരുന്നു. റിസോർട്ടിനകത്ത് കൂടുതൽ പോലീസ് എത്തി, തണ്ടർബോൾട്ട് സംഘവും കൂടുതലെത്തി. രാത്രി 1 മണിയോടുകൂടി ഈ വൈത്തിരിയിലും ലക്കിടിയിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും വരുന്ന വഴിയിലുടനീളം നമുക്ക് കൂടുതൽ സേനയെ കാണാൻ സാധിച്ചു. തണ്ടർബോൾട്ടിന്റെ സംഘം, 3 യൂണിറ്റ് തണ്ടർബോൾട്ട് സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പോലീസ് സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെടിവെപ്പ് നടന്ന സന്ദർഭത്തിൽ കാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് തെരച്ചിൽ നടത്തുവാനോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുവാനോ പോലീസിന് സാധിച്ചിട്ടില്ല, അല്ലെ തണ്ടർബോൾട്ട് സംഘത്തിന് അപ്പോൾ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. വന്യജീവികളുടെ ശല്യം കൂടിയുള്ള ഒരു പ്രദേശമാണിത്. ഈ ഒരു ലക്കിടി പ്രദേശത്ത് ഏതാണ്ട് ആഴ്ചകളായി തന്നെ മാവോയിസ്റ്റുകളായ 8 പേരുടെ സാന്നിധ്യം പലപ്പോഴായി ദൃശ്യമായിട്ടുണ്ട്. ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ ശ്രദ്ധയിൽപ്പെട്ട ലക്കിടിയിലെ തന്നെ ഈ ഉപാവൻ റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള പ്രിയദർശിനി കോളനിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. കോളനി നിവാസികളുമായി ധാരാളം സമയം അവിടെ ചെലവഴിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഈ പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് ഇതേ ലക്കിടിയിൽ തന്നെ ഉള്ള സുഗന്ധഗിരിക്ക് മുകളിലുള്ള ചെന്നായി കവല എന്ന പ്രദേശത്ത് മാവോയിസ്റ്റുകൾ 8 പേർ എത്തിയതായി, ഇതേ സംഘം തന്നെ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് ഈ പ്രദേശത്ത് പോലീസിന്റെ ഒരു ഔട്ട് പോസ്റ്റ് തന്നെ സ്ഥാപിക്കുകയുണ്ടായി. 20 അംഗ പോലീസ് സേനയാണ് ആ ഒരു പ്രദേശത്ത് മാവോയിസ്റ്റുകൾക്കെതിരെ നിലയുറപ്പിച്ചിരുന്നത്. ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന, ഇങ്ങനെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ സുഗന്ധഗിരിയിലെ പോലീസ് ഔട്ട് പോസ്റ്റിനോടുള്ള പ്രതികാരമായാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനെ അവരുമായി നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലിലാണ് ഒരുപക്ഷെ ഒരാൾ കൊല്ലപ്പെട്ടേക്കാം എന്ന് ഇപ്പോഴും നാം കൊല്ലപ്പെട്ടതാകാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തരത്തിലുള്ള ഈ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നത്. രാത്രി ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവനും ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ തൊട്ടടുത്ത വീടുകളും അതുപോലെ തന്നെ ഹൈവേയുടെ
ദേശീയപാതയുടെ ഓരത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പരിസരത്തുള്ള മറ്റ് സ്ഥാപനങ്ങളും കടകളുമെല്ലാം എല്ലായിടത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. വാഹന ഗതാഗതം അല്പസമയം നിർത്തിവെച്ചിരുന്നു. പിന്നീട് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ആളുകൾ പൂർണ്ണമായും വളരെ ഭീതിയോടുകൂടി തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. രാത്രി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 3 അംഗ സംഘം എന്ന് പറയുന്നുണ്ട്. 3 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈത്തിരി, ലക്കിടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ? നൈനു, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൂടുതൽ തണ്ടർബോൾട്ട് പോലീസ് സേനകൾ അവിടെ എത്തിയിരുന്നു. പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പോലീസ് വാഹന വ്യൂഹങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. ലക്കിടിയിൽ മാത്രമല്ല വൈത്തിരിയിലും അത്തരത്തിലുള്ള പോലീസ് സേന പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പരിസരത്തേക്ക് ആരെയും അവിടെ വാഹനങ്ങൾ വേഗത കുറച്ച് പോകാനോ വാഹനങ്ങൾ നിർത്താനോ അനുവദിക്കുന്നില്ല. ദേശീയപാത ആയതുകൊണ്ട് മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ നേരം പുലർന്നെങ്കിലും മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അല്പസമയത്തിനകം നേരം ശരിക്കും പുലരുന്നതോടുകൂടി തെരച്ചിൽ ഊർജിതമാക്കാനും കൂടുതൽ പോലീസ് സേനയും പോലീസിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്തെത്താനുള്ള സാധ്യതയാണ് നാം കാണുന്നത്. ഒരുപക്ഷെ ഇത് സംബന്ധമായ മാവോയിസ്റ്റുകളെത്തി 3 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഒരാളെ വധിച്ചതായുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വൈത്തിരി, ലക്കിടിയിലെല്ലാം തന്നെ കനത്ത സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് മുജീബ് റഹ്മാൻ നൽകിയത്.